നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് രോഹിത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല. രോഹിത്ത് കരഞ്ഞുകൊണ്ട് എസ്ഐയുടെ മുന്നിൽ നിൽക്കുവാണ്. കാരണം അവന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, താൻ തെറ്റും ചെയ്തിട്ടില്ല, ആ വീട്ടിൽ പോയത് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ ഇപ്പൊ കുറ്റം വന്നുകൊണ്ട് തന്റെ തലയിലും കൂടെ ആ കുറ്റമായിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ലോ. അപ്പോഴേക്കും എസ്ഐ പറഞ്ഞു, സത്യം പറഞ്ഞു, നിനക്ക് ഇതിനകത്ത് പങ്കില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവൻ പറഞ്ഞു, ഇല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. തെറ്റും ശരിയൊക്കെ ചെയ്തിട്ടുണ്ടോന്ന് ഞങ്ങൾ തെളിയിച്ചോടാ, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പുണ്യാളാന്നും പറഞ്ഞിരിക്കും. 4 എണ്ണം കിട്ടിക്കഴിയുമ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ ഞങ്ങൾ തെളിയിക്കാന്ന് പറഞ്ഞു. ഈ സമയത്ത് അലീന ബാലേന്ദ്രനെ നോക്കുകയാണ്. ബാലേന്ദ്രനൊന്നും മിണ്ടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയായിരുന്നു ബാലേന്ദ്രന്. കാരണം ഈ പറയുന്ന രോഹിത്തിനും ഉണ്ട് 2-3 പെങ്ങന്മാര്. അവരുടെയൊക്കെ മുന്നിൽ വെച്ചാണ് രോഹിത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അവൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതും പ്രായപൂർത്തി പോലും ആയിട്ടില്ലാന്ന് തോന്നുന്നത്. ആ പെങ്കൊച്ചിനെ +2 പഠിക്കുന്നുള്ളൂ. ആ സമയത്ത് എസ് ഐ പറഞ്ഞു, എടാ മോനെ, 18 വയസ്സ് ആ പെങ്കൊച്ചിന് തികഞ്ഞിട്ടില്ലെങ്കിൽ നിനക്ക് ജാമ്യം പോലും കിട്ടില്ല. അറിയാലോ, പോക്സോ കേസിലായിരിക്കും നീയൊക്കെ അകത്ത് പോകാൻ പോകുന്നേ. എടാ, ഇത്രയും നാൾ നീ ജീവിച്ച പോലെ ആയിരിക്കില്ല ഇനിയുള്ള നിന്റെ ജീവിതം ജയിലിലായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രോഹിത്ത് വീണ്ടും നിന്ന് കരയുവാണ്. ഇങ്ങനെ ഇപ്പം നിന്ന് മോങ്ങിയിട്ട് കാര്യമില്ലടാ, ഇതൊക്കെ നേരത്തെ ചിന്തിക്കണമായിരുന്നു. ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വലിയ നിനക്കോ ഇല്ലടാ അമ്മയും പെങ്ങന്മാരും ഒക്കെ. എന്നിട്ടാണോടാ നീ ആ വൃത്തികേട് കാണിച്ചേ? ആ പെങ്കൊച്ചെന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഉണ്ടല്ലോ, നീ ഒന്നും പുറലോകം കാണില്ലായിരുന്നു പറഞ്ഞു. ആ സമയം രോഹിത്ത് വീണ്ടും പറഞ്ഞു, സാറേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇത്രയൊക്കെ ചെയ്തിട്ട് വീണ്ടും തെറ്റ് ചെയ്തിട്ടിരുന്നോ? ഒരടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇത്രയൊക്കെ കള്ളത്തരങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട്, ക്രൂരത ചെയ്ത് കൂട്ടിയിട്ട് വീണ്ടും അവൻ നിന്ന് പ്രസംഗിക്കുന്ന കേട്ടില്ലേന്ന് ചോദിച്ചു. നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ ഞങ്ങൾ തെളിയിച്ചോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് ഹരിയെയും നരനെയും ജോമോനെയൊക്കെ അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത്. ഹരിയൊക്കെ തലകുനിച്ച് നിൽക്കുകയാണ്. ഹരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രനും അലീനയൊക്കെ ഒരു ഞെട്ടലോട് കൂടിയാണ് നോക്കുന്നത്. അപ്പം കൂട്ടുപ്രതികൾ ഹരിയൊക്കെ ആണെന്ന് മനസ്സിലായി. അലീനയ്ക്ക് അപ്പോഴേ ഒരു കാര്യം അറിയാം, ഹരി ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ ഇതിൻ്റെ കാരണക്കാരൻ അവൻ തന്നെയായിരിക്കും. രോഹിത്തിനെ കൊണ്ടുപോയി ചീത്തയാക്കുന്ന അവനാണ്. പലപ്പോഴും രോഹിത്തിനോട് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവനോടൊപ്പമുള്ള കൂട്ട് ശരിയല്ല, ഒരു കാരണവശാലും അവനോടൊപ്പം കൂട്ട് വേണ്ടാന്നൊക്കെ. പക്ഷെ അന്നൊന്നും രോഹിത്ത് അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അലീന ഒരു പുച്ഛഭാവമായിരുന്നു. അങ്ങനെ ഹരിയും കൂടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എസ് എ പറഞ്ഞു, ആഹാ വന്നല്ലോ, ദേ ഈ നിൽക്കുന്നവനുണ്ടല്ലോ, ഇവനാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയുടെ അടുത്തേക്ക് വന്നു. പറയടാ, എന്തൊക്കെയാ സംഭവിച്ചെന്ന് പറ എന്ന് പറഞ്ഞു. അത് പിന്നെ സാറേ, എന്താടാ നിനക്കിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ആ പെങ്കൊച്ചിനെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുന്ന സമയത്ത് നിനക്ക് എന്താടാ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്നിട്ടിപ്പം നിനക്ക് എന്താടാ നീ തല കുണിച്ചിരിക്കുന്നത്? തല ഉയർത്തി പിടിച്ച് നിൽക്കടാന്ന് പറഞ്ഞു. ഈ സമയം രോഹിത്ത് ഹരിശങ്കറെ ഒന്ന് നോക്കുകയാണ്. ഹരിശങ്കറിന് ഒരു കുലുക്കവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വലുതായിട്ടൊരു പ്രശ്നമില്ലാത്ത പോലെയാണ് അവന്റെ മുഖം കണ്ടാ അറിയാം. പക്ഷെ രോഹിത്ത് മാത്രമാണ് വിഷമിച്ച് നിൽക്കുന്നത്. രോഹിത്തിന് മാത്രമാണ് സങ്കടം. കാരണം അവന് ഒരിക്കലും റേപ്പ് ചെയ്യാൻ പോയിട്ടില്ല. അവൻ അവിടെ ചെന്നും മദ്യം കുടിച്ചു എന്നുള്ള കാര്യമൊക്കെ സത്യം തന്നെയാണ്. അതിൽ കൂടുതൽ അവനും ചെയ്തിട്ടില്ല. കാരണം അവൻ ആകെപ്പാടെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. കുറ്റം ചെയ്ത അവന്മാർക്കൊന്നും യാതൊരു കുലുക്കം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് എസ് ഐ പറഞ്ഞു, സത്യം പറയടാ, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു. ഇവൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഈ രോഹിത്ത് എന്ന് പറയുന്നവൻ. ഹരിശങ്കർ പറഞ്ഞു, ഉണ്ടായിരുന്നു പറഞ്ഞു. ആ സമയം രോഹിത്തിനോട് എസ് ഐ ചോദിച്ചു, ഇങ്ങനെയുണ്ടാ, നീ ഉണ്ടായിരുന്നാ ഇവ പറയുന്നത്, എന്നിട്ട് നീ എന്താടാ പറയണേ? നീ ഇല്ലെന്നോ? സാറേ, ഞാൻ അവിടെ പോയെന്നുള്ള ശരി തന്നെയാ, പക്ഷെ ഞാൻ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. ഓഹോ, വേറൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ? അപ്പോഴേക്കും ഹരിയോട് പറഞ്ഞു, എന്തൊക്കെയാടാ സംഭവിച്ചേ? നീ അല്ലേ മാസ്റ്റർ ബ്രെയിന്, സംഭവിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയടാ, എല്ലാവരും കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹരിശങ്കർ പറഞ്ഞു, ശരണ്യ അവളെൻ്റെ കാമുകിയായിരുന്നു പറയണം. ഓ, കാമുകിയായിരുന്നു, എന്നിട്ടാ നീ അല്ലേടാ മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചേ? ആണൊക്കെ തന്നെ നാണക്കേടല്ല ആണല്ലോടാന്ന് പറഞ്ഞു ഒറ്റയോടെ ഹരിശങ്കറിന്റെ കവിളത്ത് കൊടുക്കുകയാണ്. പിന്നീട് പറഞ്ഞു, ബാക്കി പറയടാന്ന് പറഞ്ഞു. അത് പിന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞോണ്ടാ അവളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചേ. രോഹിത്തിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. രോഹിത്തിനെയും കൂടെ അങ്ങോട്ടേക്ക് കൂട്ടി, ബാക്കി കാര്യങ്ങൾ പറ. അവൾ അങ്ങോട്ടേക്ക് വരണ സമയത്ത് അവൾക്ക് ഞാൻ വെള്ളത്തിനകത്ത് ഞാൻ മയക്കുമരുന്ന് കലക്കി കൊടുത്തായിരുന്നു. അത് കുടിച്ച് അവൾ ഒരുമാതിരി അബോധാവസ്ഥയിൽ പകുതി മയക്കത്തിലായിപ്പോയി. ആ സമയത്താണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ അവനായിട്ട് ചവിട്ടി കൂട്ടുന്നുണ്ട് അവിടെ. ബാക്കിയും കൂടെ പറയടാ. അതിനുശേഷം എൻ്റെ കൂട്ടുകാരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ്റെ മുഖമൊക്കെ ഇങ്ങനെ കുനിഞ്ഞു. ബാലേന്ദ്രനൊന്നും ഹരിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും തോന്നിയില്ല. അലീനയ്ക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. ആ സമയത്ത് എസ് ഐ പറഞ്ഞു, കേട്ടല്ലോ പറഞ്ഞത്, ഇത്തരം വൃത്തികേടുകളൊക്കെ ഇവന്മാർ ചെയ്തേ, ഇവന്മാരെയൊക്കെ ഇനി പുറലോകം കാണിക്കണം. ആ പെങ്കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവന്മാർ തൂങ്ങുന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ 18 വയസ്സ് തികഞ്ഞിട്ടില്ലെങ്കിൽ പുറലോകം കാണാനായിട്ട് പോകുന്നില്ല.
മക്കളെ വളർത്തുമ്പോൾ നല്ല രീതിയിൽ വളർത്തണം, ഇങ്ങനെ വളർത്തിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഹരിശങ്കർ എസ് ഒന്ന് നോക്കി, എന്താടാ നീ എന്നെ നോക്കി പഠിപ്പിക്കുകയാണെന്ന് ചോദിച്ചിട്ട് വീണ്ടും അവനെ തല്ലാൻ തുടങ്ങുകയാണ്. ആ സമയം രോഹിത്ത് പറഞ്ഞു, സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എടാ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നോ, നീ ആള് കൊള്ളാലോടാ എന്ന് പറഞ്ഞു. ഇവന്മാരെല്ലാം പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റാൻ പറഞ്ഞു. അപ്പോഴേക്ക് രോഹിത്ത് പറഞ്ഞു, സാറേ എന്നെ കൊണ്ടുപോകരുത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി നീ മിണ്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ തലയടിച്ചാൽ പൊട്ടിക്കുമെന്ന് പറയുന്നു, ഒരക്ഷരം പോലും മിണ്ടരുത്. ഇപ്പം അവൻ കിടന്ന് മോങ്ങിച്ച് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കാഴ്ച കിടന്നു പോലും കുലുക്കമില്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കയറുവാണ്. രോഹിത്താണെങ്കിൽ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. ഒടുവിൽ രോഹിത്ത് പറഞ്ഞു, അച്ഛാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ, എന്നെ കൊണ്ടുപോകരുത് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ കൃഷ്ണമോൾക്കും അല്ലെനിക്കൊക്കെ വിഷമമായി. എന്തോ രോഹിത്ത് അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ അല്ലെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. തൻ്റെ അനുജനെയാണ് കൊണ്ടുപോകുന്നത്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവനിനി മനഃപൂർവ്വം ആരെങ്കിലും കുടുക്കിയതാണോ, ഹരിശങ്കറൊക്കെ കുടുക്കിയതാണോന്നും അറിയത്തില്ല. പക്ഷേങ്കിൽ അവന് മദ്യപിച്ച് ലെക്ക് കേട്ടാ വന്നത്. അതൊക്കെ ഓർത്ത് നോക്കുമ്പോൾ അവനാ തെറ്റ് ചെയ്തിട്ടുണ്ടോയെന്നും അലീനയ്ക്ക് സംശയം ഉണ്ടായിരുന്നു. ഒടുവിൽ ആമാരെ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റുന്ന സമയത്ത് അലീനയും കൃഷ്ണമോളും വാതക്കിലേക്ക് ഓടി ചെല്ലുവാണ്. ഓടി ചെല്ലുമ്പോഴത്തേനും ആമാരെ പോലീസ് ജീപ്പിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. ജീപ്പിൽ കയറ്റിയിട്ട് രോഹിത്ത് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. രോഹിത്തിന്റെ കരച്ചിലടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഹരിശങ്കറൊന്നും ഒരു കുലുക്കോ ഇല്ലാതിരിക്കുക. അപ്പോഴേക്ക് രോഹിത്ത് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഹരി വേണ്ടായിരുന്നു, എന്നിട്ടിപ്പോൾ എന്തായി? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടോ എന്നെ ഇപ്പോൾ കൊണ്ടുപോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത്ത് ഇങ്ങനെ ഹരിശങ്കറെ കുറ്റപ്പെടുത്തുകയാണ്. ഹരിശങ്കർ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ ഹരിശങ്കറും പറയുന്നുണ്ട്. അതേ സമയത്ത് അലീന അകത്തേക്ക് കയറി വന്നു. അകത്തേക്ക് കയറുന്നപ്പോൾ ബാലേന്ദ്രന് വല്ലാത്തൊരു വീർപ്പുമുട്ടലോടെ എന്ത് ചെയ്യണമെന്നറിയില്ല നിൽക്കുകയാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛാ ചിലപ്പോൾ രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല, അവൻ അങ്ങനെ അത്രയും തെറ്റൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും, എല്ലാം ആ ഹരിശങ്കർ ആയിരിക്കും ഒപ്പിച്ചു വെച്ച പണിയായിരിക്കും. ഹരിശങ്കറിന് കുടിക്കണത്ത് ഇവൻ ചെന്ന് വീണത് അച്ഛാ, നമുക്ക് അവനെ രക്ഷിക്കണ്ടെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, രക്ഷിക്കാനോ? ആരെ രക്ഷിക്കാനായിട്ട്? എൻ്റെ മാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ കിട്ടണം. അവന് വയസ്സ് 21 ആ സമയത്ത് അവന് ഒരു റേപ്പ് കേസ് പ്രതിയായി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാവി എന്തായി തീരും? എഞ്ചിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെയൊക്കെ ഭാവി എന്തായി തീരും? നാളെ തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റുമോ? എനിക്ക് കടയിലേക്ക് പോകാൻ പറ്റുമോ? കട തുറക്കാൻ പറ്റുമോ? പോക്സോ കേസിൽ പ്രതിയായ ഒരു ചെക്കൻ്റെ അച്ഛനല്ലേ ഞാൻ. മക്കളെ നന്നായിട്ട് വളർത്താനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. നാട്ടുകാരൊക്കെ ഇനി എന്താ പറയുക? ഇത്രയും കാലം എല്ലാവരുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി തല ഉയർത്തി പിടിച്ച് നിന്നു, ഇനി എൻ്റെ തല കുനിയാനായിട്ട് പോകുക. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊന്നും പറയല്ല, അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. കൃഷ്ണമോള് പറഞ്ഞു, അതെ അച്ഛാ, അച്ഛന് ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, കാരണം അറ്റാക്ക് വന്നാലേ ആ ഒരു പേടി ഉണ്ടായിരുന്നു കൃഷ്ണമോൾക്കും അലീനയ്ക്കൊക്കെ. ഭവിതയാണെങ്കിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങിയില്ല. പോലീസുകാർ വന്നപ്പോൾ മുറി കയറി കഥ അടച്ചാ, പിന്നെ പുറത്തേക്ക് പോലും ഇറങ്ങിയില്ല. ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ തോറ്റുപോയി, എല്ലാത്തരത്തും ഞാൻ തോറ്റുപോയി. മക്കളെ നേരെ ജോയെ വളർത്താൻ പറ്റാത്ത ഒരു അച്ഛനായി പോയില്ല ഞാൻ. ഈ സമയം അലീന പറഞ്ഞു, അച്ഛൻ വിഷമിക്കേണ്ട, രോഹിത്തൊരു തെറ്റും ചെയ്ത് കാണത്തില്ല, അവനെ നമുക്ക് പുറത്തെത്തിക്കാം. ഒരു കാരണവശാലും അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അവൻ പറഞ്ഞത് കേട്ടോ, അവനൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് കരയോ ചെയ്തേ. ബാക്കിയുള്ളവരുടെ മുഖത്തൊക്കെ ഒരു കൂസലും ഇല്ലായിരുന്നു. പക്ഷെ അവൻ അങ്ങനെയല്ല അച്ഛാന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന്. എനിക്ക് അറ്റാക്ക് വന്ന ആ സമയത്ത് ഞാൻ അങ്ങോട്ട് തീർന്നു പോയാൽ മതിയായിരുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാലേന്ദ്രൻ അങ്ങോട്ട് കുഴഞ്ഞു വീഴാൻ തുടങ്ങണം. കണ്ണൊക്കെ അങ്ങോട്ട് മറിഞ്ഞുപോയി. മോളെ കൃഷ്ണയെന്ന് ഒറ്റൊരു വിളിയായിരുന്നു അലീന. കൃഷ്ണമോളും കൂടെ ഓടി വന്ന അലീനയും കൃഷ്ണമോളും കൂടെ ബാലേന്ദ്രനെ താങ്ങുവാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ട് വീഴാൻ തുടങ്ങി. ഒരു വിധത്തിൽ അവർ പിടിച്ച് ആ സെറ്റിയിലേക്ക് എടുത്തുക. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അച്ഛനെ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അലീന സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് ഒറ്റ ഓട്ട വരുന്നു. ബാലേന്ദ്രൻ്റെ ഗുളിക എടുക്കാനായിട്ട് ഓട്ട വരുന്നു. സ്റ്റെയർ കേസ് കയറുന്ന സമയത്ത് അലീനയ്ക്ക് കാല് തെറ്റി അലീന താഴെ വീഴുവാണ്. കാരണം വെപ്രാളം കാരണം അലീനയ്ക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മുറിയിലേക്ക് വന്നു. അച്ഛൻ കഴിക്കുന്ന ഗുളിക ഏതാണെന്ന് തപ്പിക്കണ്ടുപിടിക്കാനായിട്ട് അലീന ഒരു നിമിഷം വൈകി. കാരണം അലീനയ്ക്ക് ടെൻഷൻ കാരണം ഗുളികയൊന്നും എടുത്തിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഒടുവിടെ ഒരു സ്ട്രിപ്പ് കിട്ടി, അതുമായിട്ട് താഴേക്ക് ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതൊന്നും കഴിക്കാനുള്ള ഒരു ബോധത്തിലായിരുന്നില്ല ബാലേന്ദ്രന്. ഗുളിക കഴിപ്പിക്കാൻ അലീന നോക്കി, പക്ഷെ നടന്നില്ല. പെട്ടെന്ന് അലീനയ്ക്ക് തോന്നി ആംബുലൻസ് വിളിക്കണം. അലീന ആംബുലൻസ് പറയാണ്. പിന്നീട് വർമ്മ ഡോക്ടറെ വിളിച്ചു. വർമ്മ ഡോക്ടറെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. ഡോക്ടർ നിൽക്കുന്ന ഹോസ്പിറ്റലാണ് ഇതിനു മുമ്പ് ബാലേന്ദ്രൻ അഡ്മിറ്റ് ആക്കിയത്. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോഴേക്കും വർമ്മ ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ പറയണം. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും ആംബുലൻസ് വന്നു. അങ്ങനെ ആംബുലൻസിൽ അലീനയും കയറി. കൃഷ്ണമോളും അലീനയൊക്കെ ഓടിക്കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സമയത്ത് അലീനയ്ക്കൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അച്ഛനൊന്നും സംഭവിക്കരുതേന്ന്. അങ്ങനെ ചെന്ന ഉടനെ ബാലേന്ദ്രനെ നേരെ ICUലേക്ക് കയറ്റുവാണ്.
ആ സമയത്ത് കൃഷ്ണമോളോട് അലീന പറഞ്ഞു എത്രയും പെട്ടെന്ന് മനുവേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയണം. അങ്ങനെ മനുശങ്കരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി എന്താവും എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. അതിന്റെ വിശേഷങ്ങളൊക്കെയായി കാത്തിരിക്കാട്ടോ. ഉറപ്പായിട്ടും തൻ്റെ അനുജനെ രക്ഷിക്കാനായിട്ട് അലീന ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.